ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നമ്മളിന്ന് 3-year-old കുട്ടിക്കുള്ള ഒരു ഫുഡ് ചാർട്ട് ജസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എല്ലാ കുട്ടികൾക്കും ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് കുട്ടികളുടെ വെയിറ്റിനനുസരിച്ചൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാ ഫുഡ് ഐറ്റംസും കുട്ടികൾ കഴിച്ചു എന്നും വരില്ല. അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിലാക്കി അവരുടെ മൂഡും അവരുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ചില കുട്ടികൾക്ക് എരിവ് ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾക്ക് മധുരം ഇഷ്ടമായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ഒക്കെ വരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മോഡിഫൈ ചെയ്യും. ആസ് എ പീഡിയാട്രീഷ്യൻ എന്താണ് എനിക്ക് പറഞ്ഞുതരാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ 3 years old കുട്ടിക്ക് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വേണ്ടത് 1200 കാലറിയാണ്. 4 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 1300 കാലറിയാണ് വേണ്ടത്. 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ 1400 കാലറിയാണ് അപ്രോക്സിമേറ്റ്ലി വേണ്ടത് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നമുക്ക് യൂഷ്വലി പ്രോട്ടീനും അത്യാവശ്യം വേണം. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഒരു ഫുഡിനെ ഡിവൈഡ് ചെയ്യുക, അതായത് 5 ഡിവൈഡ് ചെയ്തോളൂ. ഒന്ന് അന്നജം, കാർബോഹൈഡ്രേറ്റ് ആയിട്ട്, സെക്കൻഡ് പ്രോട്ടീൻ, തേർഡ് ഫാറ്റ്, പിന്നെ ഫ്രൂട്ട്സ് നമുക്ക് വെക്കുന്നത് ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഇങ്ങനെ 5 കൂട്ടിക്കോളൂ. അതിൻ്റെ മേജർ സാധനം ഇവിടെ ഉള്ളത് എന്താ? വാട്ടർ. അപ്പോൾ വാട്ടർ ഒരിക്കലും മറക്കല്ലേ. വാട്ടർ എത്ര വെള്ളം കുടിക്കാൻ പറ്റുന്നോ അത്രയും കുടിക്കാം. ഓരോ ഏജിൽ എത്ര വെള്ളം വേണം എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതിന് അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ കാർബ് എത്ര വേണ്ടി വരും? ഒരു 40 to 50% കാർബോഹൈഡ്രേറ്റ്. ചോറ് കഴിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാരൻസിൻ്റെ മെയിൻ പ്രശ്നം. ചോറ് കഴിക്കുന്നില്ലെങ്കിൽ ഗോതമ്പ്, വീറ്റിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ്, ചപ്പാത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, അപ്പം, പൂരി, ആ രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും കാർബായിട്ട് കൊടുക്കാം. സെക്കൻഡ് പ്രോട്ടീനാണ്. പ്രോട്ടീൻ നിങ്ങൾക്ക് എത്ര വരെ കൊടുക്കാൻ പറ്റും? ഒരു 20 to 30% വരെ പ്രോട്ടീൻ കൊടുക്കും. പ്രോട്ടീൻ കുട്ടികൾക്ക് ഈ നമ്മൾ പറയുന്ന പരിപ്പ്, കടല, ചെറുപയർ അങ്ങനത്തെ ഒന്നും ചിലപ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സോയാബീനൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാവും. ഗ്രീൻ പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു. ഗ്രീൻ പീസും മുട്ടയൊക്കെ കൂടി ചിക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോഡിഫൈഡ് ആയിട്ട് കൊടുക്കാം. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും, ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. പിന്നെ പ്രോട്ടീൻ മുട്ടയാണ്, പിന്നെ മീറ്റാണ്. അപ്പോൾ മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നമുക്ക് റെഡ് മീറ്റ് കുറച്ച് കുറയ്ക്കാനാണ് നമ്മൾ പറയുക കേട്ടോ. റെഡ് മീറ്റ് അല്ലാത്ത സാധനങ്ങൾ, ചിക്കനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തോളൂ. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് അത്യാവശ്യം ആയി. ഇനി തേർഡ് തിങ് എന്താ ഞാൻ പറഞ്ഞത്? ഫാറ്റ്. ഫാറ്റ് എത്ര വേണ്ട കൊടുക്കാം? ഒരു 15 to 20% ഫാറ്റ്, നല്ല ഫാറ്റ്, വെജിറ്റബിൾ ഓയിൽസ് എന്നൊക്കെ ഉള്ള ഫാറ്റ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഗീ അങ്ങനത്തെ കൊടുക്കാം, ബട്ടർ, ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നല്ലതാണ്. പിന്നെ ഫിഷിലൊക്കെ ഉള്ളത് സംഭവങ്ങൾ, പ്രത്യേകിച്ച് മത്തിയിലൊക്കെ നമുക്ക് DHA എന്ന് വല്ല സാധനമുണ്ട്. അത് കുട്ടികളുടെ ബ്രെയിനൊക്കെ നല്ലതാണ്. അപ്പോൾ വലിയ വലിയ ഫിഷ് കൊടുത്തോളും, നല്ലത് തന്നെയാണ്. കൂട്ടത്തിൽ തന്നെ കാൽസ്യം, DHA ഒക്കെ ഉള്ള ചെറിയ ചെറിയ മീനുകളും കൂടി കൊടുക്കാൻ നോക്കുക. നമുക്ക് അതേപോലെ മീൻസ് ഫിഷ് ഓയിൽസിലൊക്കെ ഈ സാധനമുണ്ട്. അപ്പോൾ നമുക്കത് ഫാറ്റ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി 5ാമത്തെ ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് എത്ര കഴിച്ചാലും നല്ലതാണ്. പല കളേഴ്സിലുള്ള ഫ്രൂട്ട്സ് കൊടുക്കാൻ നോക്കുക, നല്ലതാണ്. പക്ഷെ എപ്പോഴും പാരൻസിനും ഡൗട്ട്, ഈ ഫ്രൂട്ട്സിലൊക്കെ നിറയെ വിഷമല്ലേ, എങ്ങനെ കൊടുക്കുക എന്നൊക്കെ ഉള്ളതോ. നമുക്കറിയാം അതൊന്നും നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത്ര നമ്മൾ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈവൻ നമ്മൾ കഴിക്കുന്ന റൈസിൽ തന്നെ നന്നായിട്ട് വിഷമുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. എപ്പോഴും ഞാൻ പറയാം, സീസണലി കൂടുതലായിട്ട് അവൈലബിൾ ആകുന്ന ഫ്രൂട്ട്സ്. ഇപ്പോൾ പഴമൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് നാടൻ പഴമൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊടുത്തോളൂ. ഓറഞ്ചിൻ്റെ ഒക്കെ സീസൺ ആകുമ്പോൾ അത് കൂടുതൽ കൊടുക്കുക. ആപ്പിളൊക്കെ നല്ലതാക്കി നോക്കിയിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാം. അനാറും ബെസ്റ്റാണ്. പിന്നെ വെജീസ്, ഇവിടെയാണ് നമ്മളെല്ലാവരും തെറ്റുന്നത്. ബാക്കിയൊക്കെ കുട്ടികൾ കഴിച്ചാലും ചിലപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. പക്ഷേ വെജിറ്റബിൾസ് കഴിച്ചേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് അയൺ ഡെഫിഷ്യൻസി അനീമിയാണ്. അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പസത്ത് കൂടുതലായിട്ടുള്ളത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നന്നായിട്ടുണ്ട്. പിന്നെ റാഗിയിലും ജാഗ്രിയിലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായിട്ട് ഇലക്കറികൾ കുട്ടികളെ കൊണ്ട് കഴിപ്പിച്ച് തന്നെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കൂ. പപ്പായ ബെസ്റ്റാണ്. അത് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് രൂപത്തിലോ ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കാൻ നോക്കണം. മുരിങ്ങ, ചീര, ക്യാബേജ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ പച്ചക്കറികൾ നമ്മൾ വീട്ടിലാക്കിയിട്ട് ഉണ്ടാക്കാം. ചീരയൊക്കെ 2-3 കുറച്ചൊരു തൈ മതി നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതൊരു റുട്ടീൻ ആക്കണം. ഒരു കുട്ടിയും വേണം എന്ന് വിചാരിച്ച് വരില്ല. പിന്നെ വെജിറ്റബിൾസിൻ്റെ ഒന്നും ടേസ്റ്റ് കുട്ടികളുടെ നാവിനൊന്നും അത്രയൊന്നും പിടിക്കൂല. റയറായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, പലപ്പോഴും കുട്ടികൾ വെജീസ് കഴിക്കുന്നവരും മോര് കറി കഴിക്കുന്നു എന്ന് മാത്രമാണ് പാരൻസ് പറയുക. അങ്ങനെ അല്ലാണ്ട് തന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും അവരെ ടേസ്റ്റ് നോക്കി പഠിപ്പിക്കുക. ചെറുതാക്കി ആയിട്ട് കൊടുത്ത് പതുക്കെ കൂട്ടിയിട്ട് വരണം. അത് നിർബന്ധമാണ്. പിന്നെയാണ് അതിനുള്ളത് നട്ട്സ്. നട്ട്സ് ഞാൻ എപ്പോഴും പറയുന്നത്, ബാക്കി ഫുഡ് നട്ട്സ് നല്ല ഹെവിയാണ്. അപ്പോൾ ചിലപ്പോൾ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞാൽ വേറെ ഫുഡൊന്നും കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ നട്ട്സിൽ എല്ലാം മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നട്ട്സ് നല്ലതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, പലതരം നട്ട്സ് ആണെങ്കിൽ ഒരു 5 എണ്ണം എടുത്തിട്ട് ദിവസം കൊടുത്താൽ മതി. ഒത്തിരി കൂടുതൽ കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ എല്ലാ നട്ട്സും എല്ലാ ദിവസവും വേണമെന്നില്ല, ഓൾട്ടർനേറ്റ് ഡേ ആയിട്ടും കൊടുക്കാം. എന്ന് വെച്ചാൽ അത് കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതൊന്നും കുറയരുത്.
പിന്നെ ഒരു കാര്യമാണ് വെള്ളത്തിന് പകരം പാല് മതിയോന്ന്. പാല് കൊടുത്തോളൂ, പക്ഷെ അത് വെള്ളത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. വെള്ളം നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും, അത് നമ്മൾ വീഡിയോ ചെയ്തതിന് പാൽ എത്ര കൊടുക്കാൻ പറ്റും. പാല് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക ചെറിയ കുട്ടികൾ, ഇപ്പോൾ 3 years കുട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 200 to 250 ml മിൽക്ക് കൊടുക്കാം. ഒരു 1/2 ലിറ്ററിന് മുകളിലൊക്കെ പാല് കുടിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ വിശപ്പങ്ങ് പോവും, ബാക്കിയൊന്നും കഴിച്ചൊന്നും വരില്ല. അപ്പം നിങ്ങൾ ഏകദേശം അങ്ങനെ, അതും കൗസ് മിൽക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ്, ഡയറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുക്കുക. രാവിലെ എണീറ്റ പാടേ പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കുറേ കഴിഞ്ഞിട്ടായിരിക്കും കഴിക്കുക. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം കൊടുക്കുക, പിന്നെ ഒരു ഉച്ചയ്ക്കുള്ളതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് പാല് കൊടുക്കാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് ഫുഡും ഡയറ്റും നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അത് സക്സസ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നിങ്ങൾ പതുക്കെ കൊണ്ടുപോകണം. ഇന്നും നാളെയായിട്ട് മാറ്റം പ്രതീക്ഷിക്കരുത്. ഓവർ 3 to 6 months ആകുമ്പോൾ കുട്ടി ബെറ്റർ ആയിക്കോളും. ഇനി ഇതിൻ്റെ ഡൗട്ട്സ് നിങ്ങൾ ചോദിക്കൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.